ഈ ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വിഷയം ഉയർത്തി വോട്ട് ചോദിക്കേണ്ട ഒരു ഗതികേട് CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. പക്ഷേ ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ ഉയർന്നു വന്ന ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോസ്റ്റ് ഇട്ടിട്ടുള്ള UDFിലുള്ള അമ്പേൽക്കാത്തവർ ആരുമില്ല ഗുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെ വനിതാ നേതാക്കന്മാരെ മുഴുവൻ ആളുകൾ സൈബർ ആക്രമണത്തിന് വിധേയമാക്കി. അങ്ങനെ സൈബർ ആക്രമണത്തിന് വിധേയമായ ഒരൊറ്റ നേതാവിനെ പോലും ഈ പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികൾ സൈബർ ആക്രമണത്തിന് വിധേയ ഒറ്റ നേതാക്കൾ പോലും പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഒരൊറ്റ കോൺഗ്രസ് നേതാക്കളും മുന്നോട്ട് വന്നില്ല. ഇപ്പോൾ അവസാനം ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ രണ്ടാമനായിട്ടുള്ള KC വേണുഗോപാൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം പ്രചരണത്തിനിറങ്ങുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ KC വേണുഗോപാലിൻ്റെ വിവരങ്ങൾ പുറത്തു വിടും, ആ നേതാവിൻ്റെ വിവരങ്ങൾ പുറത്തു വിടുമെന്ന് ഈ സെക്ഷൽ പെർവേർട്ടായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഭീഷണിപ്പെടുത്തുകയാണ്. അതിനുശേഷം അങ്ങനെ ഉണ്ട് വാർത്തകൾ വന്നല്ലോ, വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിൽ വന്നു. ഞാൻ പറഞ്ഞു തന്നെ കുറിച്ച് പറയാനെന്നും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു. ആ നേതാവിന്റെ യോഗ്യത പുറത്തു വിടുമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ദീപാദാസ് മുൻഷി ഈ പെൺകുട്ടിയെ കുറിച്ച് ചോദിക്കുന്നത്. ദീപാദാസ് മുൻഷി ചോദിച്ചെന്താ, പോലീസിലല്ലേ പരാതി നൽകേണ്ടത്? സുധാകരൻ അതിന് ശേഷമാണ് പറയുന്നത് ഇയാളെ ഞാനെല്ലാം പരിശോധിച്ചു, അന്വേഷിച്ചു, ഇയാൾ ഇന്നസെൻ്റ് ആണെന്ന് പറയുന്നത്. ഈ നേതാക്കന്മാരൊക്കെ ഈ സെക്ഷൽ പെർവേർട്ടായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് ഭയപ്പെടുവാണ്. പാർട്ടി നടപടിയെടുത്തില്ലേ? എന്താണ് പറയുന്നത്? ഈ സെക്ഷൽ പെർവേർട്ട് ഈ നേതാക്കന്മാരെ ഇത്രയധികം ആക്ഷേപിച്ചിട്ട് ഒരു വാചകം അയാൾക്കെതിരെ പറയാൻ എന്തുകൊണ്ട് അതിനുശേഷം അയാൾ ന്യായീകരിക്കുന്ന നേതാക്കന്മാർ തയ്യാറായിട്ടില്ല? ഇല്ല. AICC ഇത്രയധികം ഭയപ്പെടുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം AICC-ക്കാർ തൂങ്ങിച്ചാകണമെന്നാണ്. അതിനുള്ള കയറ് വേണമെങ്കിൽ ഞങ്ങളുടെ DYFI പിള്ളേർക്കാർ പിരിവെടുത്ത് കോൺഗ്രസ് പാർട്ടിക്കോ ഐക്യ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ആദ്യം ബോധിപ്പിക്കട്ടെ. നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലോ നിങ്ങൾ കൊടുക്കേണ്ടത് മുകേഷിനാണ്. മുഖ്യമന്ത്രിയുടെ ഉപദേശകനായ ശശിക്കാണ് കയറാദ്യം വാങ്ങിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ കയർ വാങ്ങിക്കൊടുത്ത പൊതു തെരഞ്ഞെടുപ്പായി കഴിഞ്ഞപ്പോൾ പുതിയ അന്വേഷണവുമായി വന്നിരിക്കുക, പുതിയ ഇരയെ കണ്ടെത്തിയിരിക്കുക. നേരിട്ട് ചെല്ലുകയാണ് മുഖ്യമന്ത്രി ഓഫീസിലേക്ക്. അവിടുന്ന് അടിയന്തരമായി ADGP-യെ കാണുന്നു, കേസെടുക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്തെല്ലാം കോലാഹലങ്ങളാണ് നടത്തുന്നത്. നിങ്ങൾ ഏത് പൊതു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാലും സരിതയെ കൊണ്ടുവന്നില്ലേ? ഉമ്മൻചാണ്ടിക്കെതിരെ സ്വപ്ന സുരേഷിനെ കൊണ്ടുവന്നില്ലേ? സിനിമാ നടിയാണ് ഈ വിവരം പുറത്തുവിടുന്നത്. ആദ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് റിനിയാണ്. സിനിമാ നടി റിനി സതീശന്റെ ഏറ്റവും അടുത്ത ആളാണ്. അപ്പൊ സതീശനാണോ ഇതിന്റെ പിന്നിൽ? VD സതീശനാണോ ഇതിന്റെ പിന്നിൽ? സതീശന്റെ ഏറ്റവും അടുത്ത കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളിൽ അപ്പോൾ തന്നെ നിലപാടെടുത്തു കോൺഗ്രസ് പാർട്ടി. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശൻ ആ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടി